KSEBയിൽ നിന്നുള്ള ഒരു പ്രധാന അറിയിപ്പാണ് ഇത്. കുറച്ച് പേരെങ്കിലും നേരത്തെ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ KSEBയിലെ TOD ടൈംസ് ഓഫ് ദ ഡേ എന്ന സംവിധാനത്തിലാണ് ഇലക്ട്രിസിറ്റി ബില്ലുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതുപ്രകാരം വൈദ്യുത നിരക്കിൻ്റെ, അതായത് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയുള്ള സമയങ്ങളിൽ 25% നിരക്ക് കുറവ് വരുന്നത്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ 3 ഇരട്ടി വർധനവാണ് ഇതിൽ വരാൻ സാധ്യതയുള്ളത്. അതുപോലെ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ സാധാരണ നിരക്കായിരിക്കും. അതായത് നമ്മൾ ശ്രദ്ധയില്ലാതെ കറണ്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈദ്യുത ബില്ല് വൻതോതിൽ വർദ്ധിക്കാനിടയാക്കും. അതുകൊണ്ട് എല്ലാവരും പരമാവധി ഉപയോഗം പകൽ സമയങ്ങളിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയങ്ങളിൽ മോട്ടോർ, ഇസ്തിരി ഇടുന്നത്, വാഷിംഗ് മെഷീൻ, മിക്സി, ഗ്രൈൻഡർ തുടങ്ങിയ വൈദ്യുതി കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക. പുതിയ വൈദ്യുത നിരക്ക് പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി ബില്ല് കണക്കൂട്ടുന്ന രീതി നമ്മൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 50 യൂണിറ്റ് വരെയുള്ള ഉപഭോക്താക്കൾക്ക് 2 രൂപ 90 പൈസയാണ് ചാർജ് ഈടാക്കുന്നത്. ഇനി 50 മുതൽ 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 യൂണിറ്റിന് 3 രൂപ 40 പൈസ നിരക്കിൽ ചാർജ് ചെയ്യും. 100 മുതൽ 150 യൂണിറ്റ് വരെയാണ് സാധാരണ രീതിയിൽ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത്. അത് 1 യൂണിറ്റിന് 4 രൂപ 50 പൈസയായി മാറിയിട്ടുണ്ട്. 151 മുതൽ 200 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 6 രൂപ 10 പൈസയാണ് ചാർജ്. ഇനി 200 രൂപ മുതൽ 250 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 1 യൂണിറ്റിന് 7 രൂപ 30 പൈസ നിരക്കിൽ ചാർജ് ആവും. 251 യൂണിറ്റ് മുതൽ 300 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 1 യൂണിറ്റിന് 5 രൂപ 50 പൈസ നിരക്കിൽ, 300 തൊട്ട് 350 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 1 യൂണിറ്റിന് 6 രൂപ 20 പൈസ നിരക്കിലും ചാർജ് ചെയ്യും. ഇനി 351 യൂണിറ്റ് മുതൽ 400 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 1 യൂണിറ്റിന് 6 രൂപ 50 പൈസയും, 400 മുതൽ 500 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 6 രൂപ 70 പൈസ നിരക്കിലും, അതുപോലെ തന്നെ 500 യൂണിറ്റ് മുതൽ മുകളിലേക്ക് ഉപയോഗിക്കുന്നവർക്ക് 1 യൂണിറ്റിന് 7 രൂപ 50 പൈസയും നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ചാർജ് ചെയ്യുന്നത്. നിങ്ങളുടെ കൺസംഷൻ 200 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 രൂപ 10 പൈസ വെച്ചിട്ട് 1220 രൂപയാകും. പക്ഷേ 1 യൂണിറ്റ് കൂടെ അധികമായി കഴിഞ്ഞാൽ, അതായത് 200 യൂണിറ്റ് 1220 രൂപയാണെന്നിരിക്കെ 201 യൂണിറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചാർജ് 7 രൂപ 30 പൈസ നിരക്കിൽ 1467 രൂപ 30 പൈസ 1467.3, അതായത് 1467 രൂപയും 3 പൈസയും എന്നുള്ള നിരക്കിൽ വരും. കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾ വല്ല വിധേനയും 1 യൂണിറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞാൽ 200 യൂണിറ്റ് എന്നുള്ളത് 201 യൂണിറ്റ് ആവാതെ നിലനിർത്തി കഴിഞ്ഞാൽ 400 രൂപയ്ക്ക് അടുപ്പിച്ചാണ്, 450 രൂപയോളം ലാഭമാണ് നമുക്ക് വരാൻ പോകുന്നത്. ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ ഉയർന്ന കറണ്ട് എടുക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ സാധാരണ 25% വരെയാണ് നിരക്ക് കുറവ്. വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയാണ് 3 ഇരട്ടി വർധനവ് ഇവർ ഏർപ്പാടാക്കുന്നത്. അപ്പോൾ വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ പരമാവധി AC-യുടെ ഉപയോഗം, അതുപോലുള്ള കറണ്ട് കൂടുതൽ ഉപയോഗം വരുന്ന ഉപകരണങ്ങൾ ദയവായി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. AC ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ രാത്രി 10 മണിക്ക് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജിലുള്ള വൻതോതിലുള്ള വർധനവ് ഉപഭോക്താക്കൾക്ക് നേരിടേണ്ടി വരും. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക.